പയ്യന്നൂരിലെ കനത്ത പരാജയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി.കെ. ശ്രീമതി ജനമനസ് മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടെന്ന കുറ്റസമ്മതം. ജയിക്കാൻ കഴിയുമോ എന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും പി.കെ. ശ്രീമതി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേർന്നുണ്ട്. മിഥുൻ, വെരി ഗുഡ് ഈവനിങ്. മിഥുൻ, ഈ കുഞ്ഞികൃഷ്ണൻ എത്ര നാളുകളായി പാർട്ടിയോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്, രക്തസാക്ഷി ഫണ്ട് അടക്കം അതിലടക്കം കൃത്രിമത്വം കാണിക്കുന്നുണ്ട്, ഇതൊന്നും ഗൗനിച്ചില്ല. ഒപ്പം പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ പോലും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് ആരും എത്തിയില്ല. എന്തായാലും വിമതനായി മത്സരിച്ച് കുഞ്ഞികൃഷ്ണൻ ചെങ്കോട്ടയിൽ നേടിയത് വലിയ വിജയമാണ്. എന്നാലും പി.കെ. ശ്രീമതി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പരസ്യ കുറ്റസമ്മതം നടത്തുമ്പോൾ അത് എത്രത്തോളം ഗൗരവകരമാണ്? അശ്വതി, പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നത് പി.കെ. ശ്രീമതിക്കാണ്. അതേ പി.കെ. ശ്രീമതി തന്നെയാണ് ഇപ്പോൾ കുറ്റസമ്മതവുമായി രംഗത്തെത്തുന്നൊരു സാഹചര്യമുണ്ടായത്. പയ്യന്നൂരിലെ പരാജയത്തിലാണ് അത്തരമൊരു അല്ലെങ്കിൽ വിശദീകരണം പി.കെ. ശ്രീമതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജനമനസ് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നാണ് പി.കെ. ശ്രീമതി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ജയിക്കാൻ കഴിയുമോ എന്നതിൽ ആദ്യം അല്പം ആശങ്കയുണ്ടായിരുന്നു, എന്നാൽ ജയിക്കുമെന്ന് തന്നെ കരുതിയെന്നും പി.കെ. ശ്രീമതി പറയുന്നു. പക്ഷേ ഈ വാദത്തിൽ എന്ത് കഴമ്പാണുള്ളതെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ തിരിച്ചടി തുടക്കം തൊട്ടേ നേരിട്ട ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന അന്തരീക്ഷം, പാർട്ടി അണികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുയർത്തിയ അന്തരീക്ഷമുണ്ടായിട്ടും എങ്ങനെ ജനമനസ്സ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഈ കനത്ത പരാജയം പയ്യന്നൂരിൽ ഏറ്റുവാങ്ങിയതിനു ശേഷം പി.കെ. ശ്രീമതി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സംശയം ജനിപ്പിക്കുന്ന കാര്യം. കാരണം അവിടെ തുടക്കം തൊട്ടേ വലിയ പരാജയം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. നേതൃത്വം അണികളെ പരിഗണിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പാർട്ടി അണികൾ ഒന്നടങ്കം പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ കടന്നു വന്നൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ തോൽവിക്ക് ശേഷം ഇത്തരമൊരു മറുപടി പി.കെ. ശ്രീമതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് സംശയകരമാണ്. മാത്രമല്ല, ഇത് താൻ ചുമതല വഹിച്ച തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ അതിനുള്ളൊരു ന്യായീകരണമായി ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടിയും വരും. അശ്വതി.